പി.സി. ജോർജ് എം.എൽ.എ കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തു. പി.സി. ജോർജ് പാർട്ടി അംഗത്വത്തിൽ നിന്നും മാറ്റില്ല. പി.സി. ജോർജിനോട് പ്രതികാര മനോഭാവമില്ല. ജോർജ് പാർട്ടിയെയും മുന്നണിയെയും അപമാനിച്ചു. പാർട്ടി ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം കേരള കോൺഗ്രസ് ചെയർമാൻ കെ.എം. മാണിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാനമായും ശ്രീ പി.സി. ജോർജ് പാർട്ടിയുടെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുകയും പാർട്ടിയെയും UDF-നെയും അധിക്ഷേപിക്കുകയും അപവാദ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി അതിനെ കാണുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കർശനമായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്ന വികാരമാണ് ഇന്നത്തെ പാർട്ടിക്ക് അകത്ത് പ്രകടമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് ഭരണഘടന 28 സബ്സെക്ഷൻ 1 അടിസ്ഥാനത്തിൽ പാർട്ടി ചെയർമാനിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം വിനിയോഗിച്ചുകൊണ്ട് ശ്രീ പി.സി. ജോർജിനെ അദ്ദേഹം ഇപ്പോൾ അലങ്കരിക്കുന്ന പാർട്ടിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ കമ്മിറ്റികളിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതാണ്. കെ.എം. മാണി ചെയ്തത് ഊളത്തരമോ? പി.സി. ജോർജ് ഇനി പാർട്ടി അംഗവും എം.എൽ.എയും മാത്രം. ചർച്ചയിലേക്ക് വരാം. ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ബി ചെയർമാനുമായ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, മുൻ എം.എൽ.എയും കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ആന്റണി രാജു, മുൻ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് ഡി സുഗതൻ, മാധ്യമപ്രവർത്തകരായ ശ്രീ എസ്.ആർ. ശക്തിധരൻ, ശ്രീ എ. സജീവൻ എന്നിവരും ടെലിഫോൺ ലൈനിൽ ഗവൺമെൻറ് മുൻ ചീഫ് വിപ്പ് ശ്രീ പി.സി. ജോർജിനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ആന്റണി രാജു, പി.സി. ജോർജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കെ.എം. മാണി ചെയ്തത് ഊളത്തരമാണ്. ശ്രീ പി.സി. ജോർജ് അത്രയല്ലേ പറഞ്ഞുള്ളൂ. കാരണം പി.സി. ജോർജിനെ പോലുള്ള ആൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നടപടി, അച്ചടക്ക നടപടി, അത് സസ്പെൻഷൻ അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ചീഫ് വിപ്പ് സ്ഥാനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് പാർട്ടിക്കകത്തുണ്ടായിരുന്ന വൈസ് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിലെ എല്ലാ കമ്മിറ്റികളിൽ നിന്നും അദ്ദേഹം പുറത്തായി. ഈ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാകാവുന്നുള്ളൊരു ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവും ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഇത്തരം ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞതിൽ ഞങ്ങൾക്കാർക്കും അത്ഭുതമില്ല. ഒരുപക്ഷെ പി.സി. ജോർജിന് അറിയാവുന്ന ചെയ്തത് ഊളത്തരമാണ് എന്ന് പറഞ്ഞതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കാൻ പാർട്ടി ഭരണഘടന അനുസരിച്ച് കെ.എം. മാണിക്ക് അധികാരമില്ല. അത് ശ്രീ പി.സി. ജോർജ് പാർട്ടിയുടെ ഭരണഘടന മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന ജോർജിന്റെ ഊളത്തരമാണ്. അല്ല, എന്ന് ഞാൻ പറയുന്നില്ല. 28 സബ്സെക്ഷൻ 1 അനുസരിച്ച് അത് വ്യക്തമായി എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് വായിക്കേണ്ടതുണ്ട്. അച്ചടക്ക നടപടികളുടെ ശിക്ഷണ നടപടികളുടെ ഭാഗമാണ്. അച്ചടക്ക നടപടികളുടെ ഭാഗമായി ഏതൊരു അംഗത്തെയും പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നോ പാർട്ടി കമ്മിറ്റികളിൽ നിന്നോ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിന് ചെയർമാന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് താങ്കൾ ഈ വായിക്കുന്ന പാർട്ടി ഭരണഘടന ഇല്ല എന്ന് ആവർത്തിച്ച് പി.സി. ജോർജ് കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പാർട്ടി ഭരണഘടന ഇല്ലാത്തൊരു പാർട്ടിക്ക് ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം കൊടുക്കുവോ? ഇലക്ഷൻ കമ്മീഷൻ സിംബൽ കൊടുക്കുവോ? അല്ല, അത് ലളിതമായൊരു ചോദ്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പി.സി. ജോർജ് അങ്ങനെ പറയുന്നത്? പി.സി. ജോർജിന് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ പി.സി. ജോർജ് ഭരണഘടന കണ്ടിട്ടില്ലായിരിക്കാം. ശ്രീ പി.സി. ജോർജ് ടെലിഫോൺ ലൈനിൽ ശ്രീ ആന്റണി രാജു പറയുന്നത് പാർട്ടിക്ക് ഭരണഘടനയുണ്ട്, ഭരണഘടന അനുസരിച്ച് തന്നെയാണ് താങ്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ആ നടപടിയെ താങ്കൾ ഊളത്തരമെന്ന് അല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ പറയാം, അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ഈ അഴിമതിക്കാരെല്ലാം കൂടെ എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞത് 100% സന്തോഷം. അതിനെനിക്കെതിരില്ല. പിന്നെ ഭരണഘടന 28(1) അനുസരിച്ചാണ് എന്നെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇലക്ഷൻ കമ്മീഷനിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെതായി ഈ കഴിഞ്ഞ 2013 കൊടുത്ത ഭരണഘടന വിവരാവകാശ പ്രകാരം ഞാൻ എടുത്തപ്പോ അതിൽ 25 സെക്ഷനെ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞ് 3 ഈ 26, 27, 28 ഒന്നുമൊക്കെ എങ്ങനെ വന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആന്റണി രാജു പറഞ്ഞ് ഞാൻ കേട്ടില്ല.
എനിക്കറിയത്തില്ല. അത് ഏത് ഭരണഘടനയാണെന്നും എനിക്ക് മനസ്സിലാകുന്നു. താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ ആന്റണി രാജു, ആ ഭരണഘടന വ്യക്തമായി ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. പാർട്ടി ഭരണഘടന, ഈ ഭരണഘടന 2013 ഓഗസ്റ്റ് 1 നിലവിൽ വന്ന ഭരണഘടനയാണിത്. ഇത് 2013 ജൂൺ മാസം 4-ാം തീയതി കോട്ടയത്ത് CSI റിട്രീറ്റ് സെൻറ്ററിൽ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഭരണഘടനയാണ്. അതിലെ 28(1) അനുച്ഛേദം 1 പറയുന്നത് കുറേ കാര്യം ശിക്ഷ നടപടികൾ എന്നുള്ള ഹെഡിങ്ങിൽ പറഞ്ഞതിന് ശേഷം അതിൽ പറയുന്നത് അച്ചടക്ക നടപടികളുടെ ഭാഗമായി ഏതൊരംഗത്തെയും പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നോ പാർട്ടി കമ്മിറ്റിയിൽ നിന്നോ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിന് ചെയർമാന് അധികാരം. അഡ്വക്കേറ്റ് ആന്റണി രാജു വായിക്കുന്ന ഈ ഭരണഘടന താങ്കൾ കണ്ടിട്ടില്ലേ? ഞാൻ ആ പാർട്ടിയുടെ വൈസ് ചെയർമാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ആന്റണി രാജു എങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. മാത്രവുമല്ല, താങ്കൾ വിവരാവകാശ പ്രകാരം എടുത്തത് താങ്കളുടെ കൈവശമുണ്ട് താനും. അതെ, 2013 CF തോമസ് സെക്രട്ടറി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് ഭരണഘടനയാണ് വായിച്ചത്. അതിനകത്ത് 25 ലക്ഷം ഉള്ളൂ. അത് CSI റിട്രീറ്റ് പാസ്സാക്കിയത് തന്നെയാണ്. എനിക്ക് തർക്കമില്ല. സർ, ഭരണഘടന ഇല്ലാതെ ഒരു പാർട്ടിക്ക്, ആന്റണി രാജു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഭരണഘടന ഇല്ലാതെ ഒരു പാർട്ടിക്ക്, അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കാതെ ഒരു പാർട്ടിക്ക് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അത് ലളിതമായ ഒരു ലോജിക്കല്ലേ? ഞാൻ വണ്ടിയിൽ യാത്രയായതുകൊണ്ട് ഇത് വായിക്കാൻ പറ്റാത്തത്. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ അവിടെ നിന്ന് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുമ്പ് തന്നെ പാർട്ടിയുടെ അംഗീകാരം റദ്ദ് ചെയ്യാതിരിക്കാൻ, കാരണം ഭരണഘടന കൊടുത്തിട്ടില്ല, കണക്ക് കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല, ഭാരവാഹി ലിസ്റ്റ് കൊടുത്തിട്ടില്ല. അതിന്റെ പേരിൽ ജനുവരി മാസത്തിലാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് കത്ത് വന്നത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോയി എബ്രഹാം എന്ന ജനറൽ സെക്രട്ടറി ഇത് ഫയൽ ചെയ്തത്, ഭാരവാഹി ലിസ്റ്റ്. ആ ഭാരവാഹി ലിസ്റ്റിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത്. മനസ്സിലായോ? അതിനനുസരിച്ച് ആ ഭാരവാഹി ലിസ്റ്റും അന്ന് അനുബന്ധമായി ചേർത്ത് കൊടുത്ത ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയും 25 സെക്ഷനേ ഉള്ളൂ. അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ഭരണഘടന ഉണ്ടാക്കിയോ? ഇപ്പൊ ഞാൻ അവരെല്ലാം കൂടെ ആന്റണി രാജു വേറെ ഭരണഘടന ഉണ്ടാക്കിയോ? ഇല്ലല്ലോ. ഇതിപ്പോൾ ഇലക്ഷൻ, ഇത് പാർട്ടിയുടെ ഇത്രാം തീയതി ചേർന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തയ്യാറാക്കിയ ഭരണഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അച്ചടിച്ച ഭരണഘടനയാണ്. സ്വാഭാവികമായിട്ട് ഇത് ഇലക്ഷൻ കമ്മീഷൻ ഈ ഭരണഘടന അദ്ദേഹത്തിന് അതറിയാൻ വയ്യാത്തതാണോ? അല്ലല്ല, നേരത്തെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത് CF തോമസ് ചെയർമാനായിരുന്നപ്പോൾ ലയനത്തിന് മുമ്പുള്ളൊരു ഭരണഘടന ഉണ്ടായിരുന്നു. ആ ഭരണഘടനയുടെ കോപ്പിയാണോ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭ്യമായെന്ന് എനിക്കറിയില്ല. ഏതായാലും നിലവിലുള്ള ഭരണഘടന ഇതാണ്, ഇതനുസരിച്ചാണ് നടപടി എടുത്തത്. ശ്രീ PC ജോർജ്, താങ്കൾ നിയമ നടപടിക്ക് പോകും. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ആ ഭരണഘടനയിൽ പാർട്ടി ചെയർമാനും മന്ത്രി ഒരാളായിരിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ആന്റണി ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ ഭരണഘടനയിൽ അങ്ങനെ ഇല്ല. ഈ ഭരണഘടന അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പൊ ആ ഭരണഘടന മുഴുവൻ നേരെ എഴുതി കള്ളത്തരത്തിൽ ഉണ്ടാക്കിയാൽ ഇപ്പൊ തെളിഞ്ഞോ? അതായത് ഇലക്ഷൻ കമ്മീഷൻ അഡ്വക്കേറ്റ് ആന്റണി രാജു വായിച്ച ഭരണഘടനയും ഇന്ന് താങ്കളെ പുറത്താക്കാൻ വേണ്ടി ശ്രീ KM മാണി ഉപയോഗിച്ച ഭരണഘടനയും കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ്. അതായത് ഇന്ന് മാണിയുടെ അടുക്കള ഇരുന്ന് ഉണ്ടാക്കിയ ഭരണഘടന ആന്റണി രാജുവിന്റെ ഇരിക്കുന്നത് അല്ല, ഇന്ന് ഇരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഭരണഘടന. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഭരണഘടനയല്ലേ അംഗീകാരമുള്ളൂ. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് എങ്ങനെ ആന്റണി രാജു പറയാൻ പറ്റും? എനിക്കറിയത്തില്ല. ആന്റണി രാജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ഭരണഘടന ഇല്ലെന്നേ. ഉണ്ടെങ്കിൽ ഞാൻ അറിയണ്ടേ? ഞാൻ കൂടാതെ കമ്മിറ്റി കൂടിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ഒപ്പിട്ടിരിക്കുന്ന ഞാൻ ഒപ്പിടണ്ടേ? കോടതി വേണ്ട, ഞാൻ കോടതിയിലോട്ട് പോകില്ലേ? കോടതിയിലേക്ക് പോവുകയാണ്. അല്ല, അത് സ്വാഭാവികം. ശ്രീ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള പോരാട്ടത്തിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാവുന്നതാണ്. താങ്കൾക്ക് ചലഞ്ച് ചെയ്യാമെന്ന് കോടതിയിൽ? അതിപ്പോ ആന്റണി രാജു ന്യായം പറയാതിരിക്കാൻ പറ്റുമോ? എനിക്ക് പോകാൻ അധികാരമുണ്ടല്ലോ. അതായത് വൈസ് ചെയർമാൻ ഒപ്പിടാതെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഭരണഘടന ഉണ്ടാവോ? പറ. എന്റെ ഒപ്പ് കാണിക്കട്ടെ. ഞാൻ അറ്റൻഡൻസ് ഒപ്പിട്ടിരിക്കുന്നത് കാണിച്ചോണ്ട് വന്നിട്ട് കാര്യമില്ല. എന്ത് വൃത്തികേടും. ഭരണഘടനയിൽ വൈസ് ചെയർമാൻ ഒപ്പിടണമായിരുന്നു. ഇല്ലില്ല, ഭരണഘടന ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുക്കേണ്ടത് പാർട്ടി ചെയർമാനോ പാർട്ടി ജനറൽ സെക്രട്ടറിയോ ഒപ്പിട്ടാൽ മതി. അല്ലാതെ പാർട്ടിയിൽ എല്ലാ ഭാരവാഹികളും ഭരണഘടന ഇലക്ഷൻ കമ്മീഷന് അയച്ചു കൊടുക്കുന്ന ഭരണഘടനയിൽ ഒപ്പിടേണ്ട കാര്യമില്ല. ശ്രീ PC ജോർജ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരള കോൺഗ്രസിന്റെ B ചെയർമാൻ ശ്രീ R ബാലകൃഷ്ണപിള്ള. ശ്രീ പിള്ള സാർ, താങ്കളും ഒരു പാർട്ടിയുടെ ചെയർമാനാണ്. താങ്കളുടെ പാർട്ടിയുടെ ഭരണഘടന സംബന്ധിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണോ? അല്ല, എൻ്റെ പാർട്ടിയുടെ ഭരണഘടന കേരള കോൺഗ്രസ് 1964 രൂപീകരിച്ചപ്പോഴുള്ളതാണ്. വ്യത്യാസമൊന്നുമില്ല. ആ ഭരണഘടനയിൽ ഞങ്ങൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതിനകത്ത് ചെയർമാനും
പാർലമെൻ്ററി പാർട്ടി ലീഡറും ഒരാളാകുന്നതിൽ തടസ്സമില്ല. അങ്ങനെയാണ് അത് പറഞ്ഞുകൊണ്ടാണ് അന്ന് മാണി അപ്പച്ചനെ ചെയർമാനാക്കി മാണി പാർലമെൻ്ററി പാർട്ടി ലീഡറായി ജോർജ് സാറിനെ മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചാണ് പാർലമെൻ്ററി പാർട്ടി ലീഡറും ചെയർമാനും ഒരാളാകാൻ പാടില്ലെന്ന് ദീപികയിലിരുന്ന് തീരുമാനിച്ച തീരുമാനം അടിസ്ഥാനത്തിലാണ് ഞാനും KM മാണിയും മന്ത്രിമാരായത്. ജോർജ് സാർ മാറി നിന്നു. ഞങ്ങളുടെ ഭരണഘടനയിൽ ഇപ്പോഴും അത് വ്യത്യാസമൊന്നുമില്ല, ഞങ്ങളൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അതാണ് ഇക്കാര്യമാണ് പാർട്ടി ചെയർമാനും മന്ത്രിയും ഒരാളാകാൻ പാടില്ല എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഒരിക്കൽ കേരള കോൺഗ്രസിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച അതേ KM മാണിയാണ് ഇപ്പോൾ ആ സ്ഥാനം ഒരുമിച്ച് കൈയാളുന്നത്. അന്നത്തെ പാർട്ടി ഭരണഘടനയിൽ അങ്ങനെയായിരുന്നു. അതിനുശേഷമുള്ള പാർട്ടി ഭരണ ഭേദഗതി വരുത്തി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ആ ഒരു ക്ലോസ് ഇതിനകത്തില്ല. ശ്രീ PC ജോർജ്, ഇതിപ്പോൾ KM മാണി നയിക്കുന്ന അദ്ദേഹം ചെയർമാനായ കേരള കോൺഗ്രസ് പുതിയ കേരള കോൺഗ്രസ് ആണ്. അതിന് പുതിയ ഒരു ഭരണഘടനയുണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോ ആന്റണി രാജുവിനെ ഇവിടെ കിട്ടിയെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല, ഞാൻ ഈ പാർട്ടിയുടെ വൈസ് ചെയർമാൻ, അറിയില്ല. എന്റെ ഇരിക്കുന്ന ഭരണഘടനയിൽ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി സെക്രട്ടറി ഒപ്പിട്ടിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അതല്ല ചുമ്മാ ഉള്ള ഭരണഘടനയല്ല എന്റെ ഇരിക്കുന്നത്. അതിനകത്ത് സെക്രട്ടറി ആയിട്ട് ഒപ്പിട്ടിരിക്കുന്നത് CF തോമസ് ഒരിക്കലും ജനറൽ സെക്രട്ടറി അല്ലല്ലോ, മാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ അല്ലേ. ആ ചെയർമാനായി CF തോമസ് എങ്ങനെ ജനറൽ സെക്രട്ടറി പറഞ്ഞ് ഒപ്പിടുന്നത്? അപ്പൊ തന്നെ അതെന്താന്ന് ചോദിച്ചാൽ ജോയി എബ്രഹാം കൊണ്ടുപോയി CF തോമസെ കൊണ്ട് ഒപ്പിടിച്ച് കള്ളത്തരത്തിൽ കൊണ്ട് കൊടുത്ത റിപ്പോർട്ടറാണ്. അതാണ് ഇലക്ഷൻ കമ്മീഷൻ ഇരിക്കുന്നത്. അതിനകത്ത് വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, മന്ത്രി ഈ 3 സ്ഥാനത്തേക്കും വരുന്ന യാതൊരു കാരണവശാലും മന്ത്രിസ്ഥാനം സ്വീകരിച്ചാൽ രാജിവെച്ചിരിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ആന്റണി അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആന്റണി രാജുവിന് അറിയാവുന്നതാണ്. സത്യം ഇക്കാര്യം അഡ്വക്കേറ്റ് ആന്റണി രാജുവിന് അറിയാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ ഭരണഘടനയാണ് ഈ പാർട്ടിയിൽ നിലവിലുള്ളതെങ്കിൽ ബഹുമാനായ ശ്രീ PC ജോർജ് ഞങ്ങളുടെ പാർട്ടിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നല്ലോ ഇത്രയും നാൾ. അങ്ങനെയാണെങ്കിൽ ആ ഭരണഘടന നിലവിലുള്ള ഭരണഘടനയ്ക്ക് വ്യത്യസ്തമായിട്ടാണ് ഇത്രയും നാൾ ബഹുമാനയുടെ മാണി സാറും ഒരു മന്ത്രിയായിരുന്നതെങ്കിൽ, ചെയർമാനും മന്ത്രിയുമായി തുടർന്നതെങ്കിൽ, ഇതുവരെ ഇത്രയും നാളായിട്ട് ആരും അത് ചോദ്യം ചെയ്യുകയോ അതിനെക്കുറിച്ച് പുറത്ത് ആക്ഷേപം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഭരണഘടനയല്ല, ഇപ്പൊ ഭരണഘടന മാറിയിരിക്കുന്നു. നമ്മൾ ആര് ഭരണഘടന കണ്ടു? ആന്റണി രാജു എപ്പോഴായി ഭരണഘടന കണ്ടെന്ന് പറയാമോ? ദൈവത്തെ സാക്ഷ്യപ്പെടുന്നു പറയാം. എന്നാ എപ്പോഴാണ് ആന്റണി രാജു ഭരണഘടന ദൈവം അറിയട്ടെ. അല്ല, എന്റെ കയ്യിൽ ഇപ്പോഴും ഭരണഘടന ഉണ്ടല്ലോ, ഞാനിത് ഉയർത്തി കാണിക്കുകയാണ്. എന്റെ കയ്യിൽ ഭരണഘടന ഉണ്ട്. അത് എപ്പോഴാണ് അത് വായിച്ചതെന്ന് പറഞ്ഞേ? അല്ല, ഞാനിത് പാർട്ടി അംഗത്വം സ്വീകരിച്ച് അന്ന് പോലെ നമ്മളൊക്കെ പല വ്യത്യസ്ത ഗ്രൂപ്പുകളിലായിരുന്നു. അന്നൊക്കെ അതാത് പാർട്ടികളുടെ ഭരണഘടന ഉണ്ടായിരുന്നു. പാർട്ടി ലയിച്ചതിന് ശേഷം പ്രാബല്യത്തിൽ വന്നതാണ് 2010 മെയ് 24 പാർട്ടി ലയനവുമായി ബന്ധപ്പെട്ടൊരു ഇടക്കാല ഭരണഘടന ഉണ്ടാക്കി. അതിനുശേഷം ഈ 2013 ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വന്നത് ഈ 2013 ജൂൺ 4 CSI റിട്രീറ്റ് സെന്ററിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ഭരണഘടനയാണ്. ആ ഭരണഘടനയാണ് ഞാൻ കാണിക്കുന്നത്. താങ്കളുടെ അറിവും സമ്മതവും ഇല്ലാതെയാണോ ഇങ്ങനൊരു ഭരണഘടന? എന്റെ പൊന്നെ ആന്റണി രാജു നല്ല ഒന്നാം തരം ഒരു ദൈവവിശ്വാസിയല്ലേ. ദൈവത്തിന് പറക്കാത്തത് പറഞ്ഞ് പഠിക്കരുത്. മാണി എന്ന് പറയുന്ന ഒരു വലിയ അഴിമതിക്കാരനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നുണ പറയരുത്. എനിക്ക് വേറൊന്നും ആന്റണിയോട് പറയാനില്ല. ആന്റണി രാജുവിനെ 69 പിടിച്ച് ജയിലിൽ ഇട്ടവനാണ് മാണി എന്ന് ആന്റണി രാജു ഓർത്തോണം. മറന്നോണ്ട് ആന്റണി രാജു വർത്തമാനം പറയുന്നത്. ആന്റണി രാജുവിന് ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നാണ് ശ്രീ PC ജോർജ് പറയുന്നത്. ശ്രീ PC ജോർജ്, ഇനി താങ്കൾ ഏക വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ പാർട്ടിയുടെ അംഗമായി തുടരാം. ഞാൻ പാർട്ടിയുടെ മുൻ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞ എന്നെ തല്ലാനില്ലല്ലോ. മുൻ ചീഫ് വിപ്പ് പോലെ മുൻ വൈസ് ചെയർമാൻ എടുത്തു കളയാൻ പറ്റിയല്ലോ. മുൻ വൈസ് ചെയർമാൻ സ്ഥാനം എടുത്തു കളയാൻ പറ്റുമോ? മാണിയുടെ കുടുംബാംഗങ്ങളെ അല്ല, താങ്കളെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും താങ്കൾ പ്രതിനിധീകരിക്കുന്ന എല്ലാ കമ്മിറ്റികളിൽ നിന്നും പുറത്താക്കിയത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തത് പാർട്ടിയെയും മുന്നണിയെയും ആക്ഷേപിച്ചു എന്നതിനാണ്. താങ്കൾ പാർട്ടിയെയും മുന്നണിയെയും ആക്ഷേപിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ശരിയാണെന്ന്. ഈ രാജ്യം മുഴുവൻ നടന്ന് കൈക്കൂലി മേടിക്കുക, അഴിമതി കാണിക്കുക, ബഡ്ജറ്റ് വിൽക്കുക, അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റാണെന്ന് പറഞ്ഞ ഉടനെ എന്നെ സസ്പെൻഡ് ചെയ്യാനാണോ മര്യാദ? അപ്പൊ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന പാർട്ടിയാണോ ഇത്? താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ശ്രീ SR ശക്തിധരൻ, PC ജോർജ് അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. അദ്ദേഹത്തിന് അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ചില നിലപാടുകളുണ്ടായിരുന്നു. ആ നിലപാടുകൾ അയാൾ പരസ്യമായി തന്നെ കേരള സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിനെയൊന്നും നിഷേധിക്കാൻ ഈ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. പക്ഷേ
ഇവരെന്ത് വന്നാലും ഈ അഴിമതി സംഘം മുന്നോട്ട് പോകണം, സ്വാർത്ഥവാഹക സംഘം മുന്നോട്ട് എന്ന് പറഞ്ഞതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ ഈ പാവ ആന്റണി രാജുവിനെ പോലുള്ള ആളുകളൊക്കെ കൂട്ടുനിന്ന് കൊടുക്കുകയാണ്. നിന്നോട്ടെ, അവരുടെയൊക്കെ ഭാവി എന്താകും എന്നുള്ളത് അവർ തന്നെ. ആന്റണി രാജു, SRS പറയുന്ന പോലെ താങ്കൾ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത് കൊണ്ടാണ് ഈ പാർട്ടിയിൽ ഇപ്പോഴും താങ്കൾ തുടരുന്നത്. അല്ല, അതൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ SR ശക്തിധരന്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് എന്തെല്ലാം പറയാൻ പറ്റും? അതിനെല്ലാം ശ്രീ SR ശക്തിധരൻ കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആക്ഷേപിക്കുന്നത് ശരിയാണോ? ശ്രീ പി സി ജോർജ്, ഇത് ആന്റണി രാജു അംഗീകരിക്കുന്ന കാര്യമല്ല. താങ്കൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമൊന്നും അല്ല നടത്തിയത്, പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയത്. ആന്റണി രാജുയുടെ ആ ചങ്കത്തോട് കൈ അമർത്തി വെച്ചിട്ടൊന്ന് പറയാൻ പറ, അപ്പൊ പറയും, ചിരിക്കും. ശരി, താങ്കൾ ഒരുപാട് ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ബാർക്കോഴ കേസിലും സോളാർ കേസിലും ഒക്കെ ഉന്നയിച്ചു. ഒന്നിനും വ്യക്തമായ തെളിവ് നൽകിയിട്ടില്ല എന്നതാണ് താങ്കൾക്കെതിരെ തിരിച്ചു പറയാനുള്ളത്. എല്ലാത്തിനും വ്യക്തമായ തെളിവ് ജനങ്ങളുടെ മുമ്പിലുണ്ട്, പൊതുജനസമൂഹമുണ്ട്. ഇനി സധൈര്യം താങ്കൾക്ക് ഇതൊക്കെ തെളിയിക്കാം. ഇനിയിപ്പോൾ എല്ലാം തെളിയിക്കാം. അത് പറയാം. ഡോക്ടർ സന്തോഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോ മാണിയെ കൊല്ലാനോ അല്ല ഏതെങ്കിലും വ്യക്തിയെ കൊല്ലാനോ അല്ല, അങ്ങനെ ഒരു പ്രചരണം വരുന്നതുകൊണ്ടാണ് ഞാൻ അല്പം സ്ലോ ആകുന്നത്. എന്റെ മുമ്പിൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിനകത്ത് ഇപ്പം മാണി നിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങേര് ഈ ബഡ്ജറ്റ് ഇപ്പം സ്ഥിരം തൊഴിലാക്കിയത് കൊണ്ടും ഏറ്റവും വലിയ അഴിമതിക്കാരൻ അങ്ങേരാണ് ഈ ഗവൺമെന്റ് എന്നുകൊണ്ട് അങ്ങേര് ഇന്ന് വന്നു പോയി. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ മാണിയെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, അഴിമതിക്കെതിരെയാണ്. തീർച്ചയായും ഞാൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, അഴിമതിക്കെതിരെ പോരാടാൻ വേണ്ടി PC ജോർജ് ശക്തമായ നിലപാട് കൈക്കൊണ്ടു. അദ്ദേഹത്തിന് ചീഫ് വിപ്പ് സ്ഥാനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഇതാ പാർട്ടിയിലെ എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അന്വേഷണ വിധേയമായി പുറത്തായിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയ്യേണ്ടത് PC ജോർജിനെ പുറത്താക്കുകയല്ലേ, MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ഇന്ന് നടന്ന സംഭവ വികാസങ്ങളിൽ ഞാൻ ദുഃഖിതനാണ്. ജോർജ് കൊള്ളുകയില്ലെങ്കിൽ ജോർജിനെ പുറത്താക്കുകയായിരുന്നു വേണ്ടത്, അല്ലാതെ ഇങ്ങനെ പകുതി വേവിച്ച മുട്ട പോലെ ഇട്ടേക്കുന്നത് ശരിയല്ല. ജോർജിനെ പുറത്താക്കാൻ കഴിയുമെങ്കിൽ പുറത്താക്കണം. വൈസ് ചെയർമാനാക്കി, അതില്ലാതാക്കി, സ്ഥാനങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് പിന്നെ ആന്റണി രാജു മുതിർന്ന ഒരു നേതാവ്, അതും കേരള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാപക നേതാവ് എന്ന അദ്ദേഹം അഭിമാനത്തോടെ പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം പറയുകയാണ് ഒരു പുഴുങ്ങിയ മുട്ട പോലെ PC ജോർജിനെ എന്തിന് നിങ്ങൾ ഇങ്ങനെ പാർട്ടിയിൽ മുന്നണിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, എടുത്ത് പുറത്തു കളയണ്ടേ? അല്ല, ബാലകൃഷ്ണ സാർ ഞാൻ വളരെ ബഹുമാനിക്കുന്ന എൻ്റെ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, ഈ പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. ആദ്യം സസ്പെൻഡ് ചെയ്യുന്നു, അത് 60 ദിവസത്തിനകത്ത് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി റാറ്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി സസ്പെൻഷന് ആധാരമായ വിഷയത്തെക്കുറിച്ച് ഉള്ള ഒന്നുകിൽ പുറത്താക്കുകയോ അല്ലെങ്കിൽ ആ സസ്പെൻഷൻ റദ്ദാക്കുകയോ. ഇതാണൊരു പാർട്ടിയുടെ നടപടിക്രമം, അല്ലാതെ താങ്കളെ ഇങ്ങനെ പുഴുങ്ങിയ മുട്ട പോലെ പാർട്ടിക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ KM മാണി. ആർ ബാലകൃഷ്ണപിള്ള സാറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ. എന്നാൽ അതിനോട് അഡ്വക്കേറ്റ് ആന്റണി രാജു പറയുന്നത് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്നാണ്. താങ്കൾക്ക് ഇതൊക്കെ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം ധൈര്യത്തോടെ നടത്തിക്കൂടെ? ശ്രീ PC ജോർജ്, താങ്കൾ ടെലിഫോൺ ലൈൻ. അതൊന്നും ചെയ്യാനുള്ള കഴിവ് ഇന്നിപ്പോൾ UDFനില്ല. PC ജോർജിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ കോൺഗ്രസിന് കേരള കോൺഗ്രസ് നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും കഴിയില്ല. കാരണം 20-ാം തീയതി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അത് ആ ഒരു വോട്ട് കൊണ്ട് തോറ്റു പോകുന്നുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ മുന്നണി ശിഥിലമായി കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ജനങ്ങളിലേക്ക് പോകും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് UDF നേതൃത്വം ഇന്നലെ യോഗം ചേർന്നിട്ട് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അവരെല്ലാവരും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പാർട്ടി കണ്ടെത്തിയ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ ഒരു നടപടിയെടുക്കാത്ത പാർട്ടിയാണ് ഞങ്ങൾ. കുറെ നേരമായി നമ്മുടെ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചർച്ച ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് D സുഗതൻ, ഇങ്ങനെ ഒരു പുഴുങ്ങിയ മുട്ട പോലെ PC ജോർജിനെ എന്തിനാണ് ഈ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വെച്ചുകൊണ്ടിരിക്കുന്നത്? എടുത്ത് കളഞ്ഞുകൂടെ? അത് പിള്ളസാർ പറഞ്ഞ അഭിപ്രായമാണ്. പിള്ളസാർ പറഞ്ഞതിന് വേറെ അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അർത്ഥം താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് മനസ്സിലായി. കേരള കോൺഗ്രസ് ഒരു പാർട്ടി ഒരു തീരുമാനമെടുത്തു. അത് വളരെ ടെക്നിക്കലായ ഒരു തീരുമാനമാണ്.
അന്ന് മനസ്സിലാക്കി. അല്ല, ഇത് സാങ്കേതികത്വത്തിൽ പിടിച്ച് അദ്ദേഹത്തെ പുറത്താക്കുകയല്ല ചെയ്യേണ്ടത്. രാഷ്ട്രീയ ധാർമ്മികത എന്നത് എല്ലാവരും ഉയർത്തിപ്പിടിക്കേണ്ടതല്ലേ? പുറത്താക്കുന്നില്ല, സ്ഥാനമാനങ്ങളിൽ മാറ്റം മാത്രം ചെയ്തിട്ടുള്ളൂ. അതേ ചെയ്തിട്ടുള്ളൂ. സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കി. ശരി, താങ്കൾക്ക് പുഴുങ്ങിയ മുട്ടയുടെ കഥ താങ്കൾക്ക് മനസ്സിലായി. ശ്രീ എ സജീവൻ, താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? എനിക്ക് മനസ്സിലായി. ശ്രീ എ സജീവൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ കുറെ നേരമായി അദ്ദേഹമുണ്ട്. ചർച്ചയുടെ ആരംഭം മുതൽ ശ്രീ എ സജീവൻ, ആ പുഴുങ്ങിയ മുട്ടയുടെ കഥ താങ്കൾ തന്നെ പറയൂ. എന്തുകൊണ്ട് പി സി ജോർജിനെ എടുത്തു കളയുന്നില്ല? അല്ല, ഈ പുഴുങ്ങിയ മുട്ട എന്ന് പറയുന്നുണ്ട്, പി സി ജോർജിനെ എടുത്തു കളയാൻ അവർക്ക് പറ്റില്ല. കാരണം പി സി ജോർജ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഉള്ളത് ഏറ്റവും ഭീകരമായ ശത്രുവായിട്ട് മാറും പി സി ജോർജ്. അല്ല, ഇപ്പോൾ തന്നെ ശത്രുവാണ്. പി സി ജോർജിന്റെ വായടപ്പിക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ശത്രുവാണെങ്കിൽ പോലും പി സി ജോർജ് പാർട്ടി മെമ്പറാണ്. പി സി ജോർജ് പാർട്ടി മെമ്പർ അല്ലാതാവുന്ന സമയത്ത് പി സി ജോർജ് MLA ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും KM മാണിയുടെ താല്പര്യം. അദ്ദേഹം പാർട്ടിയുടെ വിപ്പിന് വിരുദ്ധമായിട്ടൊരു ഒരു നീക്കം നടത്തിയാൽ, ഒരു വോട്ട് ചെയ്താൽ അത് പി സി ജോർജിൻ്റെ അംഗത്വം നഷ്ടപ്പെടുത്തും. MLA അല്ലാതെ ആയിത്തീരും. അങ്ങനെ MLA അല്ലാതെ ആക്കി തീർക്കണം. അതിനുള്ള ശ്രമമാണ്. അങ്ങനെ ആകുമ്പോൾ ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ പി സി ജോർജ് തന്നെ പറഞ്ഞതുപോലെ അവിടെ ഭരണസ്വാധീനം ഉപയോഗിച്ചിട്ട് പി സി ജോർജിൻ്റെ സ്വാധീനം ഇല്ലാതാക്കാൻ ശ്രമിക്കണം. ഇതൊരു തന്ത്രമാണ്. അല്ലാതെ പി സി ജോർജിനോട് ഞങ്ങൾ വൈരനിര്യാതന ബുദ്ധിയോട് കൂടിയിട്ട് പി സി ജോർജിനോട് പെരുമാറുന്നില്ല എന്നൊക്കെ ഇന്ന് KM മാണി പറഞ്ഞു. അതല്ല, പി സി ജോർജ് എന്നത് ശത്രു ആണെങ്കിൽ പോലും കൈ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പരമാവധി പി സി ജോർജിനെ ഒതുക്കി വെക്കാം എന്നൊരു തോന്നലാണ് KM മാണിക്കുള്ളത്. പിന്നീട് KM മാണി ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ അഡ്വക്കേറ്റ് ആന്റണി രാജു, എ സജീവൻ പറഞ്ഞതാണ് അതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം. എന്തിനാണ് കേരള കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി ഇത്തരത്തിൽ പി സി ജോർജിനെ ഭയക്കുന്നത്? ഈ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനു ഭയക്കണം? ഞങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ പി സി ജോർജിനെ നടപടിയെടുക്കോ? ഞങ്ങൾ പാർട്ടി അംഗത്വത്തിൽ തുടരാൻ അദ്ദേഹത്തെ അനുവദിക്കുന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രോസസ് ഇല്ലേ, ഒരു നടപടിക്രമങ്ങളില്ലേ? ഇതിന്റെ ലളിതമായൊരു ചോദ്യം. അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച ആളാണ്. അന്ന് അദ്ദേഹം പാർട്ടിയുടെ ഏക വൈസ് ചെയർമാനാണ്. ഇത് രമേശ് ചെന്നിത്തലയും PP തങ്കച്ചനും കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം തന്നെ അദ്ദേഹം UDFൽ ഇല്ല എന്ന് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ UDFൽ ഇല്ലാത്ത ഒരാളിനെ എന്തിന് UDFന്റെ ഭാഗമായി MLA ആയി വെച്ചുകൊണ്ടിരിക്കുന്നു? UDFൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല പി സി ജോർജ്. UDFന്റെ ഉന്നതാധികാര സമിതിയിൽ നിന്നും മാറ്റണമെന്നുള്ള കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യം രമേശ് ചെന്നിത്തല പരസ്യമായി പറഞ്ഞതാണ് പി സി ജോർജ് UDFൽ ഇല്ല. PP തങ്കച്ചൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ സെക്യുലർ പാർട്ടി UDFൽ ഇല്ല എന്ന്. സെക്യുലർ പാർട്ടിയിൽ പി സി ജോർജ് ഇല്ലല്ലോ. സെക്യുലർ പാർട്ടിയിലെ പി സി ജോർജ് ഇല്ല, അത് സമ്മതിച്ചു. പക്ഷേ ഇന്ന് ഇപ്പോൾ അദ്ദേഹം വഹിച്ചിരുന്ന എല്ലാ ഔദ്യോഗിക സ്ഥാനമാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി MLA സ്ഥാനത്ത് മാത്രമേ അദ്ദേഹം ഉള്ളൂ. പാർട്ടി അംഗത്വത്തിൽ മാത്രമേ ഉള്ളൂ. എന്തിന് അദ്ദേഹത്തെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം? ഒരു നടപടിയുടെ ഭാഗമായുള്ള ആദ്യ നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു നടപടിക്രമമുണ്ട്. അതിന് റാറ്റിഫിക്കേഷൻ വാങ്ങിക്കാൻ 2 മാസം സമയമുണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ. അത് കഴിഞ്ഞ് 6 മാസത്തിൽ അന്വേഷണം തുടരേണ്ടതുണ്ട്. 6 മാസത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ശരിയാണ്. പക്ഷേ പി സി ജോർജ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം ഇത്തരം ഒരു സന്ദർഭത്തിൽ അന്തസ്സായി പാർട്ടിയിൽ നിന്നും രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകണമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അഴിമതി വിരുദ്ധ പോരാട്ടമാണ് അദ്ദേഹത്തിന്റെ മുഖ്യ ലക്ഷ്യമായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു MLA സ്ഥാനത്തിന് ആയിരിക്കില്ല പ്രാമുഖ്യം കൂടുതൽ. പി സി ജോർജ് MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ിരിക്കുന്നത്. പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും എങ്ങനെയാ നടക്കുക? രണ്ടും പോരാട്ടമാണ് ശ്രീ പി സി ജോർജ് മുഖ്യ ലക്ഷ്യമാക്കി വെച്ചിരുന്നതെങ്കിൽ അദ്ദേഹം MLA സ്ഥാനം അല്ല അതിന് പ്രാധാന്യം കൊടുക്കേണ്ടിരുന്നത്. അദ്ദേഹം ആ പോരാട്ടത്തിന് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഏത് ത്യാഗത്തിനും തയ്യാറാകാൻ അദ്ദേഹം തയ്യാറാകണമായിരുന്നു. അദ്ദേഹം പറയുന്നത് ശരിയല്ലേ? അല്ല, അതിനകത്തും ഒരു സത്യമുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അത് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ വേറൊന്ന്, ഇപ്പോൾ ഉടനെ രാജിവെച്ച് കഴിഞ്ഞാൽ പൂഞ്ഞാറിലൊരു ബൈ ഇലക്ഷനൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാക്കില്ല. ഇപ്പോ മറ്റേ ഇത് അരുവിക്കര കിടക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ മെയ് 20 മുമ്പ് രാജിവെച്ചാൽ ഉണ്ടാകും. ശരി. ഞാൻ ശ്രീ R ബാലകൃഷ്ണപിള്ള സാർ, ഈ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. ആന്റണി രാജു പറഞ്ഞതാണ്. പി സി ജോർജിന്റെ ഈ നിലപാട് എത്രമാത്രം ശരിയാണ്? അദ്ദേഹം രാജിവെച്ച് പൂഞ്ഞാറിലെ ജനങ്ങളെ അഭിമുഖീകരിച്ച് വീണ്ടും ശക്തിയോടെ തിരിച്ചു വന്നിരുന്നെങ്കിൽ അല്ല, അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. എനിക്കതിനെപ്പറ്റി പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. പി സി ജോർജ് രാജിവെച്ച് തെരഞ്ഞെടുപ്പ് മത്സരിച്ചാലും പൂഞ്ഞാറിൽ ജയിക്കും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പി സി ജോർജിനെ ഞെക്കി
ഈ ആന്റണി രാജു പറഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് മാസം 14 or 15 ആണ് ഒരു കൊല്ലം ബാക്കി ശേഷിക്കുന്നതെന്നാണ് എനിക്ക് ഓർമ്മ. 20 ആണെങ്കിൽ 20 ആകട്ടെ, ഞാനതിനൊന്നും തർക്കിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ നടപടിയെടുത്ത് ഡിസ്ക്വാളിഫൈ ചെയ്ത് ജോർജിനെ പുറത്താക്കിയാൽ ജോർജ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഒക്കുകയെന്ന് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ബഹുമാനരായ ആളുകൾക്കൊക്കെ അറിയാം, അതായത് 6 കൊല്ലത്തേക്ക് പിന്നെ ജോർജിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ 2 ടേം മത്സരിക്കാൻ ഒക്കുകയില്ല. 6 കൊല്ലം തികയില്ല. 4 മാസം 3 ദിവസം കൂടുതലുണ്ടെങ്കിലും 6 മാസം അല്ല 6 കൊല്ലം ഡിസ്ക്വാളിഫിക്കേഷൻ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ജോർജ് ശ്രമിക്കുന്നത്. സത്യമത. ഇവിടെ അത് വരുത്താൻ വേണ്ടിയാണ് ഈ മാണി ഗ്രൂപ്പ് ശ്രമിക്കുന്നത്. അതാണ് ഇതിൻ്റെ സത്യം. ഞാനിതിൻ്റെ തർക്കത്തിലേക്കൊന്നും കിടക്കുകയല്ല. അതിലേതാണ് നടക്കാൻ. ജോർജിന് രാജിവെച്ചാൽ 20-ാം തീയതി കഴിഞ്ഞ് ജോർജ് രാജിവെച്ച് പോയാൽ ഉപതെരഞ്ഞെടുപ്പില്ല, ഇലക്ഷൻ നിൽക്കാൻ തടസ്സവുമില്ല. രാജിവെച്ചില്ലെങ്കിൽ ഇന്ന് ജോർജിനോടുള്ള പാരുഷ്യം വളരെ കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായി ഞാനാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ജോർജിനെ ഡിസ്ക്വാളിഫൈ ചെയ്ത് പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നത് ന്യായമാണ്. അത് തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ന്യായമാണ്. അത് ചെയ്യും. അത് ചെയ്യുന്നതാണോ വേണ്ടത്? അതെ, രാജിവെച്ച് വീണ്ടും മത്സരിച്ചാൽ PC ജോർജ് ജയിച്ചു വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. എനിക്ക് ഈ നിയോജകമണ്ഡലങ്ങളൊക്കെ 964 താങ്കളുടെ പാർട്ടിയുടെ MLA ആയ ശ്രീ KB ഗണേഷ് കുമാറിന്റെയും പിന്തുണ അപ്പോൾ ശ്രീ PC ജോർജിന് ഉണ്ടാകും. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കുന്നത് KB ഗണേഷ് കുമാർ പ്രത്യേകമല്ല, പാർട്ടിയുടെ ആളല്ലേ. KB ഗണേഷ് കുമാറിന്റെ പിന്തുണ എന്റെ കൂടെ പിന്നെ പ്രത്യേകിച്ച് എന്തു, അത് പാർട്ടിയുടെ പിന്തുണ പോലെ. അങ്ങനെ രണ്ടായിട്ട് കാണുന്ന രീതി ശരിയല്ലല്ലോ. അത് ശരിയല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ജോർജിന്റെ പേരിൽ നടപടി എടുക്കാനുള്ള അവകാശം അത് ഡിപ്പെൻസ് അപ്പോൾ അത് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇനി സ്വീകരിക്കാൻ പോകുന്ന ഈ രാജ്യത്തെ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പൂഞ്ഞാറല്ല അരുവിക്കരയാണെങ്കിലും ശരി UDF-നെ പിന്തുണയ്ക്കുന്ന പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ആരെ പിന്താങ്ങണമെന്നൊക്കെ മറ്റ് രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ ജോർജിനെ പിന്താങ്ങുന്നതിൽ ജോർജ് അവിടുത്തെ ഒരു ജനകീയനാണ്. ജോർജിനെ പിന്താങ്ങുന്നതിൽ ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് മുമ്പ് ശ്രീ ആന്റണി രാജു ഒരു ചോദ്യം. ഇന്ന് ഉന്നതാധികാര സമിതിയിൽ ശ്രീ PC ജോസഫ് അദ്ദേഹം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ജോസ് കെ മാണി സരിതയ്ക്കെതിരെ കേസ് കൊടുക്കണം. ആ കാര്യം ഉന്നയിച്ചുവോ? അദ്ദേഹം ഉന്നയിച്ച കാര്യം വളരെ പ്രധാനമല്ലേ? താങ്കളുടെ മിശിഖയായ ശ്രീ PJ ജോസഫിന്റെ മകനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ PC ജോസഫ് എന്നത് നമുക്കറിയാവുന്നതാണ്. ശ്രീ PC ജോസഫ് അങ്ങനെ ഒരു ആവശ്യം ഇന്നത്തെ കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം പാർട്ടിക്ക് അത് ചർച്ച ചെയ്തിട്ടില്ല. ശരി, ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ വീഴ്ത്താൻ പിള്ള സാറിനും PC ജോർജിനും കഴിയുമോ? മുഖ്യമന്ത്രിയെ വീഴ്ത്താൻ പിള്ള സാറിനും PC ജോർജിനും കഴിയുമോ? ശ്രീ R ബാലകൃഷ്ണപിള്ള, എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും അനായാസം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത കൊണ്ട് ഓരോന്നിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വിലയിരുത്തലുണ്ട്. താങ്കൾ വിചാരിച്ചാലും PC ജോർജ് വിചാരിച്ചാലും ഈ മന്ത്രിസഭയെ വീഴ്ത്താൻ കഴിയില്ല. ആര് പറഞ്ഞു വീഴ്ത്താൻ പോകുന്നത്? എനിക്ക് 5 കൊല്ലവും ഉമ്മൻചാണ്ടി ആ കസേരയിലിരുന്ന് പഴുത്ത് പുഴുത്ത് നാറി UDF-ൻ്റെ മുഖ്യമന്ത്രിയിൽ പോകണമെന്നും അടുത്ത തവണ പ്രതിപക്ഷ നേതാവിൻ്റെ കസേര പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിനും കിട്ടരുതെന്നും കിട്ടുകയില്ലെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മുസ്ലിം ലീഗ് ആയിരിക്കും മിക്കവാറും അടുത്ത കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും അടുത്ത പ്രതിപക്ഷ നേതാവിനുള്ള സാധ്യതയാണ്, പ്രത്യേകിച്ചും പ്രവാസികൾക്ക് വോട്ടുകൂടെ കൊടുക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് എനിക്കങ്ങനെ ആലോചനയില്ല. ഇല്ലാത്ത ഒരു കാര്യം സന്തോഷം പറഞ്ഞാൽ ഞാൻ എങ്ങനെ അംഗീകരിക്കാനൊക്കെ എനിക്കങ്ങനെ ആലോചനയില്ല. ഈ ഗവൺമെന്റ് പോകണമെങ്കിൽ ഒന്ന് കേക്ക്. ഞാൻ പറഞ്ഞു കഴിയട്ടെ. പക്ഷെ പറയാൻ സമ്മതിക്കേ. ഇത്രയും ധൃതി കാണിച്ചാൽ എങ്ങനെയാ പറയാൻ സമ്മതിക്കുക? അതായത് ഞാൻ ഈ ഗവൺമെൻറ്റിനെ വീഴ്ത്തണമായിരുന്നെങ്കിൽ 2 കൊല്ലം മുമ്പ് ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ് അന്നേ ആടി ഉലഞ്ഞു വീഴുമായിരുന്നു RSPയുടെ വരുന്നതിന് മുമ്പ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ RSP ഇങ്ങോട്ട് വരികയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിത് വീഴ്ത്തണമെന്നേ ഇല്ല. ഇത് ഭരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ അവസാനം വർഷം
ഇത് തകർന്ന് തരിപ്പണം, സാമ്പത്തിക രംഗം ഉൾപ്പെടെ അഴിമതി കേസുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പൂർത്തീകരിച്ചിട്ടേ ഇത് മാറാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. 2 കൊല്ലം മുമ്പ് പിള്ള സാറിന് സർക്കാരിനെ വീഴ്ത്താൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നത് ആ സരിതയുടെ കത്ത് കണ്ടതിന് ശേഷമാണല്ലോ. അന്നേ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ സർക്കാർ വലിയ പ്രതിസന്ധിയിൽ പെട്ടുപോകുമായിരുന്നു. ഇന്ന് പിള്ള സാർ സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുക്കാൻ പോയി. എന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ സോളാർ കമ്മീഷന് മുന്നിൽ അഡൾട്ട്സ് ഉള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. എന്തേ അത് മാത്രം മറച്ചു വെച്ചു? അത് എൻ്റെ സംസ്കാരവും എൻ്റെ മാന്യതയും ഏതൊക്കെ പറയണം, രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിന് എനിക്ക് ഒരു പഴയ തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാൻ ആദ്യം പ്രവർത്തിക്കാൻ കഴിഞ്ഞ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതലുള്ള എൻ്റെ ഒരു വികാരവും എൻ്റെ ഒരു സംസ്കാരവും ഉണ്ട്. ആ സംസ്കാരം അനുസരിച്ച് ആ മാതിരി കാര്യങ്ങൾ പറയാൻ പാടില്ല. ആ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞില്ല. പക്ഷേ NV രാജു മജിസ്ട്രേറ്റ് അദ്ദേഹം അതിനുശേഷം സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. സരിതയെ പീഡിപ്പിച്ചു എന്ന്, ഉന്നതന്മാർ പീഡിപ്പിച്ചുവെന്ന്, ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് അദ്ദേഹത്തോട് അവർ പറഞ്ഞതായിട്ടാണ് ഇന്ന് സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയതായി മാധ്യമങ്ങളിൽ വരുന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊരു ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പിൽ കോടതിയിൽ കൊടുത്ത മൊഴിയാണ്. അതും എൻ്റെ കയ്യിൽ കിട്ടിയ കത്തും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ രാജ്യത്ത്. അത് ജുഡീഷ്യൽ, അതായത് ഇപ്പം നാളെ ഒരു മജിസ്ട്രേറ്റ് ഒരു തീരുമാനമെടുത്താൽ അത് ജുഡീഷ്യസ് ആണ്. ആ ജുഡീഷ്യലായിട്ടുള്ള തീരുമാനം അദ്ദേഹം കമ്മീഷന് മുമ്പിൽ പറയാൻ ബാധ്യസ്ഥനാണ്. അത് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ പിള്ള സാർ അങ്ങനെ ഒരു കാര്യം പറയാതിരുന്നപ്പോൾ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെ ഇടപാടുകളെ കുറിച്ചാണ്. എന്നാൽ അത് പറയുകയും ചെയ്തു. ഫലത്തിൽ അങ്ങ് കൊടുത്ത മൊഴി അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് സോളാർ കേസ് ഒരു സാമ്പത്തിക വഞ്ചന കേസായി അത് ലഘൂകരിക്കപ്പെട്ടു പോകും എന്നല്ല. നിങ്ങളത് മുഴുവൻ, ഞാൻ കൊടുത്ത മൊഴി മുഴുവൻ വായിക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സരിതയെ പ്രലോഭിപ്പിച്ച് സർക്കാർ കാര്യങ്ങൾ നടത്തിക്കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ ഒട്ടുവിളരെ ആളുകൾ ശാരീരികമായും മാനസികമായും സരിതയെ പീഡിപ്പിച്ചുവെന്ന് സരിതയുടെ കത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങളുടെ ഇതിലൊക്കെ കിട്ടിയ സരിത എഴുതി കാണിച്ചതും നിങ്ങളുടെ ക്യാമറ ഒപ്പിയെടുത്തതുമായ എല്ലാ ചാനലുകളും ഒപ്പിയെടുത്തതുമായ കാര്യങ്ങൾ പുറത്തുവിടാൻ നിങ്ങൾക്ക് അവകാശം. സരിത പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ആ കത്തിനകത്ത് പറയുന്നത് പോലെ താൻ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടില്ല എന്ന് ഇപ്പോൾ സരിത പറയുന്നു. സരിത മൊഴി മാറ്റി പറയുകയല്ലേ? അതിപ്പോ നിങ്ങൾ തന്നെ പറയുന്നില്ലേ രാജു പറഞ്ഞു എന്ന്. എൻ്റെ ഈ കിട്ടിയ കത്തിലെ ഒരു ഭാഗം ഞാൻ അവിടെ വായിച്ചല്ലോ. അതായത് എന്താണ് ആ ഭാഗം? എൻ്റെ അതല്ല, എക്സാക്റ്റ് അല്ല. എന്താ ഭാഗം? സരിത ജയിലിൽ കിടന്ന് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്, എന്നെ മാനസികമായും ശാരീരികമായും പ്രമുഖന്മാർ രാഷ്ട്രീയമായി കാര്യങ്ങൾ നടത്തിത്തരാം, സർക്കാരിൽ നിന്ന് കാര്യങ്ങൾ നടത്തിത്തരാം എന്ന് പറഞ്ഞ് എന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്ന് ഞാനിന്ന് സരിത ആ ലെറ്ററിലുള്ള ഭാഗം ഇന്ന് കമ്മീഷന് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് മതി, ഇനി ബാക്കിയുള്ളത് കമ്മീഷൻ അന്വേഷിച്ചോളാമെന്ന് എന്നോട് അവിടെ നിന്ന് പറയുകയും ചെയ്തു. ഓപ്പണായിട്ട് കമ്മീഷൻ പറഞ്ഞു അതായിട്ട് അത് വേറെ വരും, അതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ കൊടുത്താൽ മതി. തീർച്ചയായും. അഡ്വക്കേറ്റ് ഡി സുഗതൻ, ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ ശ്രീ R ബാലകൃഷ്ണപിള്ള അഡൽട്ട്സ് കാര്യങ്ങൾ ഒന്നും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കത്തുണ്ടെന്നല്ലേ പറഞ്ഞത്. അത് പറയുന്നതിന് തടസ്സമൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതിന് മറുപടി അദ്ദേഹത്തിനെ പറയേണ്ടതാണ്. ഏതായാലും ഒരു കമ്മീഷൻ തെളിവെടുത്തുകൊണ്ടിരിക്കുന്നു, കമ്മീഷൻ കേൾക്കട്ടെ, തീരുമാനിക്കട്ടെ. അതിനപ്പുറം അതേക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. ശ്രീ SRS, ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതൊരു സാമ്പത്തിക വഞ്ചന കേസായി ചുരുങ്ങിപ്പോകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത് ഇനി വരുന്ന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ഇനി വരുന്ന ഭരണ സംവിധാനം ഈ കാര്യത്തെ സംബന്ധിച്ച് രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ യഥാർത്ഥ വസ്തുതകൾ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളൂ. കുറേ കഴിയുമ്പോഴേക്ക് ഇതൊക്കെ മുക്കിക്കളയുന്നൊരു സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് പൊതുവെ എല്ലാ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുമുണ്ട്. അത്തരത്തിൽ ഇത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണം. ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ഗവൺമെൻറ് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒരു കഥയായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് പോകാതിരിക്കണം. ഇത് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാം കുടുങ്ങും. എല്ലാ തരത്തിലും സാമ്പത്തികമായും അതുപോലെ തന്നെ ലൈംഗികമായും ഒക്കെ നടന്നിട്ടുള്ള അതിക്രമങ്ങളുടെ ചുരുളഴിയുകയും ചെയ്യും. അതിലൊരു സംശയവുമില്ല. നിലപാട് വ്യക്തമാണ്. ശ്രീ എ സജീവൻ, താങ്കൾ
താങ്കൾ ഈ ചർച്ച ആദ്യം മുതലേ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇതാ നോക്കൂ, ഇപ്പോൾ തന്നെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയെ UDF നിന്ന് കളഞ്ഞു, KB ഗണേഷ് കുമാറിനെ UDF നിന്ന് കളഞ്ഞു, ഇതാ PC ജോർജിനെയും UDF നിന്ന് കളഞ്ഞു. ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്നത് അതെ, ഇവരെല്ലാവരും അഴിമതിക്കെതിരെ പോരാടുന്നു എന്നുള്ളത് കൊണ്ടാണ്, അഴിമതി വിളിച്ചു പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും ഒരു വശത്ത് നിശബ്ദരാക്കപ്പെടുകയും മറുവശത്ത് നിയമപരമായി പിടിച്ചു നിൽക്കുവാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരികയും ചെയ്യുന്നു. ഇപ്പോൾ സരിത പറയുന്നത് സരിതയെ ആരും പീഡിപ്പിച്ചിട്ടില്ല എന്നാണ്, മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമാണത്. കാരണം ഒരു കേസ് ഒതുക്കി തീർക്കാൻ എപ്പോഴും അതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുമായിട്ട് 1 മണിക്കൂറോളം അടച്ചിട്ട മുറിയിലിരുന്ന് സംസാരിച്ചു. അത് കുടുംബകാര്യമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. ബിജു രാധാകൃഷ്ണൻ്റെ ഏത് കുടുംബകാര്യമാണ് ചർച്ച ചെയ്യുന്നത് അറിയാൻ കേരളത്തിലെ ആൾക്ക് താല്പര്യമുണ്ട്. ഇന്ന് വരെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രി ഉപയോഗിച്ചിരുന്ന 3 ഫോണുകൾ, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ജീവനക്കാരുടെ ഫോണുകൾ, ടെനി ജോസഫിൻ്റെയും മറ്റു ഫോണുകൾ, ഇതിലാണ് സരിത വിളിച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സരിത എത്തിയതിൻ്റെ തെളിവുകൾ പറഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇതിനൊന്നും വ്യക്തമായ മറുപടിയോ അന്വേഷണമോ ഉണ്ടാകുന്നില്ല. കാരണം അന്വേഷിക്കേണ്ട ആളുകൾ തന്നെയാണ് ഇത് അന്വേഷിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര തന്നെ നാണം കെട്ടാലും അധികാരം ഒഴിയാൻ തയ്യാറല്ല, ഭരണം കൈവിടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമാണ്, എല്ലാ ആളുകളും ഇതിൻ്റെ യഥാർത്ഥ അന്വേഷണത്തിൽ ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം മുഴുവൻ ശരിയായ ദിശയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇനി അടുത്ത ഒരു മന്ത്രിസഭ വരുമ്പോൾ, അടുത്ത ഏതെങ്കിലും മുന്നണി വരുമ്പോൾ അവരൊരു പക്ഷേ ഇത് അന്വേഷിച്ചാൽ അപ്പോൾ പോലും അത് അന്വേഷിക്കുന്നില്ല, പലപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറിപ്പോയെന്ന് വരാം. എന്തായാലും അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് പലതും പുറത്തു വരിക. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണല്ലോ, കൽക്കരിപ്പാടത്തിൻ്റെ കാര്യത്തിൽ കൽക്കരിപ്പാടം അഴിമതിയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയതല്ലേ. അതിലവസാനം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗിനെ ചോദ്യം ചെയ്തില്ലേ. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇത് പുറത്തു വരേണ്ട സത്യം, ഞങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കണം എന്നാണ് ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ, മുഖ്യമന്ത്രി. താങ്കളിലേക്ക് വരാം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതൊന്നും തെളിയുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് മാധ്യമപ്രവർത്തകനായ ശ്രീ A സജീവിൻ്റെ നിരീക്ഷണം. അടുത്ത സർക്കാർ അതേത് സർക്കാരുമാകട്ടെ, ആ സർക്കാരിൻ്റെ കാലത്ത് ഇത് തെളിയിക്കപ്പെടും. അങ്ങനെ വരുന്ന ഒരു സർക്കാരിൻ്റെ കൂടെ ആയിരിക്കും താങ്കൾ. തീർച്ചയായിട്ടും, അതിന് സംശയമില്ല. അതായത് ഇത് തെളിയിക്കപ്പെടും എന്നുള്ളതും ഇതാരും ഇത് ഉപേക്ഷിക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന ഈ പുഴുക്കുത്ത് ഏത് കാലത്തേക്കാൾ ഇവിടെ കൂടുതലാണ്. ഞാൻ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ അതുപോലെ 3.5 കൊല്ലമായി ഈ അഴിമതിക്കെതിരായി മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്നെ പുറത്താക്കിയെന്ന്. എന്നെ പുറത്താക്കിയല്ല, ഞങ്ങൾ സ്വന്തം പുറത്ത് പോകുന്നതാണ്. അല്ല, എന്നെ പുറത്താക്കിയല്ല, ഞാൻ UDF വിട്ടതാണ്. UDF 32 വർഷത്തിന് ശേഷം ഞാൻ UDF വിട്ടതാണ്, 1972 ശേഷം ഇന്നേ വരെ. എന്നെ പുറത്താക്കിയല്ല. അതൊന്ന്. അഴിമതിക്കെതിരായി ഞാൻ മുന്നണിക്കകത്ത് നിന്ന് മുന്നണി നേതാക്കന്മാരുടെ യോഗങ്ങളിലും ഫുൾ ഫ്ലഡ്ജായിട്ടുള്ള മുന്നണി യോഗങ്ങളിലും അതിശക്തമായി അഴിമതിക്കാരായ മന്ത്രിമാരുടെ മുഖത്തു നോക്കി ആരോപണം ഉന്നയിച്ചപ്പോൾ ആരോപണങ്ങൾ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 28-ാം തീയതി വരെ എനിക്കുള്ള ആരോപണങ്ങൾ, സെപ്റ്റംബർ 28 വരെ ഞാൻ മുഖ്യമന്ത്രിക്ക് 3 കത്തുകൾ കൊടുത്തു. അവിടെ ഫൈറ്റ് ചെയ്തിട്ട് ഒരു അക്നോളജ്മെൻറ്റ് പോലും കിട്ടിയിട്ടില്ല. എന്നോടൊന്ന് കമ്മീഷൻ ചോദിച്ചു, അക്നോളജ്മെൻറ്റ് കിട്ടിയോന്ന്, കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ എഴുതി കൊടുത്ത കത്തുകൾ ഒന്നും പരിശോധിക്കുകയും വളരെ ഗുരുതരമായ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങളിൽ നടന്ന നിയമനങ്ങളിൽ പോലും കോടികളുടെ അഴിമതി ഉണ്ടെന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് ധരിപ്പിക്കുകയും എഴുതി കൊടുക്കുകയും. ഇപ്പം ഞാൻ ആ കൊടുത്ത പേപ്പറുകൾ മുഴുവൻ ഡയറക്ടർ ജനറൽ ഓഫ് വിജിലൻസിന് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം അത് അന്വേഷിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്വേഷിച്ചില്ലെങ്കിൽ കോടതിയിലേക്ക് പോകും. അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഴിമതി ദുർഗന്ധം പിടിച്ച ഇതുപോലെ അഴിമതി നടത്തി ഞാൻ 1954 തിരുവനന്തപുരത്ത് ബിരുദത്തിന് പഠിക്കുന്ന കാലഘട്ടം മുതൽ പട്ടംതാണമുള്ള സാറിൻ്റെ ഗവൺമെൻറ് പോലെ എനിക്കറിയാം. ഇതുപോലെ ഞാൻ 1975 മന്ത്രിസഭ വന്നതാണ്. അന്ന് മുതൽ കുറേ കൂടി അടുത്തറിയാം. 60 മുതൽ MLA ആണ് അറിയാം. പക്ഷേ ഇങ്ങനെ മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും അഴിമതിക്കാരായ, ഇപ്പോൾ അവസാനത്തെ ബാർക്കോഴ ഉൾപ്പെടെയുള്ള അതിന് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അഴിമതിക്കാരായ മന്ത്രിമാരും ഒരു ഗവൺമെൻറ്റും കേരളം ഉമ്മൻചാണ്ടി നേരിട്ട് കൈക്കൂലി മേടിക്കുന്നു എന്ന് എനിക്കിതുവരെ തെളിവില്ല. പക്ഷേ
ഈ കൈക്കൂലിക്കാരെ മുഴുവൻ അദ്ദേഹം സംരക്ഷിക്കുന്നു എന്നുള്ളതിന് എനിക്ക് തെളിവുണ്ട്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനെയും അങ്ങനെയുള്ള ഒരു മുന്നണിയെയും തുണയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ആ മുന്നണി വിട്ടതാണ്. അതാണ് അതിൻ്റെ ശരി. അല്ലാതെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഏതായാലും ഇതിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് തലവലിക്കാൻ ഒക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ഡി സുഗതൻ, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം പല തരത്തിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ആരംഭിച്ചു. അവരൊക്കെ പുറത്തായിരിക്കുന്നു. ഇപ്പോൾ പൊതുവെ അവർ പറയുന്നത് അഴിമതിക്കാരെല്ലാം ഒരുമിച്ച് അവരെ പുറത്താക്കുന്നു, അഴിമതിക്കാരെല്ലാം ഒരുമിച്ച് ഭരിക്കുന്നു. താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ ശ്രീ VM സുധീരൻ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, അദ്ദേഹം എല്ലാത്തരം അഴിമതിക്കും എതിരെയുള്ള ഒരാളാണ്. അങ്ങനെ ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. ഇത് രണ്ടും കൂടി എങ്ങനെ ഒത്തുപോകും? ഈ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് പറയുന്ന പിള്ളസാറും ഈ PC ജോർജും ഒക്കെ ആരാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന കേരളീയർക്കറിയാം. പിള്ളസാർ അഴിമതി കേസ് ജയിലിൽ കിടന്ന ആളാണ്. കൈക്കൂലി കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് PC ജോർജ്. ഇവരെല്ലാം അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞാൽ ചിരിക്കാതെ നിർത്തിയില്ല. ഇതൊക്കെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ ജയിലിൽ കിടന്ന ആള് അല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ അതൊരു കൃത്യമായ ഉത്തരമാണ്. പക്ഷേ ഇവിടെ ഈ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിനുശേഷം ഈ നടപടി എടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതല്ലേ രാഷ്ട്രീയമായ അന്തസ്സ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ധാർമ്മികത? അല്ല, അവർ പറഞ്ഞ കാര്യത്തിനെല്ലാം മറുപടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അവർ മുന്നണിക്ക് പുറത്താണ്. ഇനി പറയുന്നതിൽ അർത്ഥമില്ല. അല്ല, അങ്ങനെ മറുപടി പറഞ്ഞാൽ തീരുന്നതല്ലല്ലോ സാർ. എല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ എ സജീവൻ അങ്ങനെയാണോ വേണ്ടത്? അതായത് അവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ കൊള്ളയാണെന്ന് തെളിയിക്കുകയും എന്നിട്ട് നടപടിയെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതല്ലേ രാഷ്ട്രീയമായ അന്തസ്സ്, അതല്ലേ രാഷ്ട്രീയമായ ധാർമ്മികത? ധാർമ്മികതയ്ക്കപ്പുറത്ത് ജനങ്ങളെ വിശ്വസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. ജനങ്ങൾ തങ്ങൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ അവർ പിള്ളസാറോ അല്ലെങ്കിൽ പിന്നെ PC ജോർജോ അതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെല്ലാം വൃത്തികെട്ട ഇല്ലാത്ത അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതൊന്നും ശരിയല്ല എന്ന് ഒറ്റ വാക്കിൽ പറയുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്നതിന് പകരം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത് ശരിയാണ്. ഈ ബാർ കോഴ നടന്നില്ല, അല്ലെങ്കിൽ സരിതയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഇതേപോലെ ഉന്നയിക്കപ്പെട്ട ഓരോ ആരോപണങ്ങളും ഇല്ല എന്ന് തെളിയിക്കപ്പെടണം. ഇവിടെ വിജിലൻസ് പോലും പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് PC ജോർജ് ശക്തമായിട്ട് ആ പാർട്ടിക്കകത്തു നിന്നും മുന്നണിക്കകത്തു നിന്നും ശബ്ദമുയർത്തിയത്. കോൺഗ്രസിൻ്റെ കയ്യിലാണല്ലോ വിജിലൻസ്. ആ വിജിലൻസ് അന്വേഷിച്ച് കോടതി പോലും ഇടപെടാതെ തന്നെ പറഞ്ഞ കാര്യമാണ് ഇതിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന്. അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇടപെടുകയാണ്. സമയത്തിൻ്റെ പരിമിതി മൂലം രാഷ്ട്രീയത്തിൽ ധാർമ്മികത ഏത് സാഹചര്യത്തിലും ഉയർത്തിപ്പിടിക്കേണ്ടത് തന്നെയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ R ബാലകൃഷ്ണപിള്ള, ശ്രീ PC ജോർജ്, അഡ്വക്കേറ്റ് D സുഗതൻ, അഡ്വക്കേറ്റ് ആന്റണി രാജു, ശ്രീ SR ശക്തിധരൻ, ശ്രീ A സജീവൻ, എല്ലാവർക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു.